ശരീരം വിൽക്കുന്ന പാവങ്ങളാ ഇവിടെ ഉള്ളത്. എല്ലാവരെയും വിൽക്കുന്ന ജോലിയാ അവളത്. ഇവിടെ നിന്നാ നിന്നെയും അവൾ വിൽക്കും. അതിനു മുമ്പ് എങ്ങോട്ടാന്ന് വെച്ചാ പോയിക്കോ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അധികം സമയമൊന്നും ഇനി നിനക്ക് കിട്ടില്ല. ഇന്ന് തന്നെ മിക്കവാറും അവൾ നിന്നെ വിറ്റ് കാശാക്കും. കാരണം നിന്നെ അന്വേഷിച്ച ആള് വന്നല്ലോ. ഇനിയും ആരെങ്കിലും വരുന്നതിന് മുമ്പ് നിന്നെ അവൾ ഇവിടുന്ന് കടത്തും. ഈ സിറ്റിയിൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ അവൾക്ക് വേറെയുണ്ട്. കുഞ്ഞേ, ഈ വൃത്തികെട്ട ചതുപ്പിൽ വീണാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. ചോരയും നീരും വറ്റി കരിമ്പിൻ ചണ്ടിയായി ഇതുപോലെ ചാകേണ്ടി വരും. അത് വേണോ കുട്ടി? പുറത്ത് അവളുടെ ഗുണ്ടകളുണ്ട്. പോലീസുകാരോട് പരാതിപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. അവരെല്ലാം അവളുടെ കയ്യിൽ നിന്ന് മാസപ്പടി പറ്റുന്നവരാ. മോളെ, ഞാൻ പറയുന്നത് കേൾക്ക്. പൊയ്ക്കോ, വേഗം എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ. പേടിക്കണ്ട, മനസ്സിന് സുഖമില്ലാത്ത ആളല്ലേ. കുറച്ചു നാളായി ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. പല കാര്യങ്ങളും ഓർമ്മയില്ല. എന്റെ ചേച്ചിയെ ഭ്രാന്തിന്ന് ആര് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ നേരിട്ട ആളാണ് എന്റെ ചേച്ചി. തരം കിട്ടിയ ഇറങ്ങിപ്പോവും, എവിടെയെങ്കിലുമൊക്കെ തിരിഞ്ഞു നടക്കും. ഭ്രാന്തിയല്ലേ. നാട്ടുകാര് കളിയാക്കുന്നതിന് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ എന്റെ ചേച്ചിയെ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് ജീവനാണ് എന്റെ ചേച്ചി. തരം കിട്ടിയ ഓടിപ്പോകുന്നത് കൊണ്ടാ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നത്. അല്ലാതെ സ്നേഹം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. എന്താ ചേച്ചി ഇത്? ഈ കുട്ടി ആകെ പേടിച്ചുപോയി. രാവിലെ മരുന്ന് കഴിച്ചായിരുന്നോ? കണ്ടില്ലേ, എന്നോട് പിണങ്ങി. ഇപ്പൊ പറയുന്നതൊന്നും കുറച്ചു കഴിയുമ്പോ ഓർക്കില്ല. സ്വപ്നം കാണുന്നത് പോലെ ഓരോന്നിങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കും. ഇത്രയേറെ സ്നേഹിക്കുന്ന എന്നെ പോലും കുറ്റം പറയും. അതെന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല, ഈ രോഗത്തിന്റെയാ. പാവം. എന്താ, എന്തു പറ്റി? അച്ഛൻ പോയി നന്ദേട്ടാ. അച്ഛൻ അവിടെ പോയി? എന്തിനാ അച്ഛൻ ഇപ്പൊ പുറത്തേക്ക് പോയത്? അത് ഈ സമയത്ത് പോകണ്ട നിനക്ക് പറയായിരുന്നില്ലേ? അതല്ല സന്ധ്യ, അതിന് നീ കരയുന്നത് എന്തിനാ? അച്ഛന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നന്ദേട്ടാ, അതല്ല, നമ്മുടെ അച്ഛൻ മരിച്ചുപോയി.
എന്തായി പറയുന്നേ? ഡോക്ടർ, സോറി സന്ധ്യ. നന്ദേട്ടൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണം. ഇവിടെ ഞാനും സ്നേഹം മാത്രമേ ഉള്ളൂ.